നമസ്കാരം. മാർക്കറ്റ് വാച്ചിലേക്ക് വീണ്ടും സ്വാഗതം. ഹെഡ്ജ് ഇക്വിറ്റീസിന്റെ മാനേജിംഗ് ഡയറക്ടർ അലക്സ് കെ ബാബുവാണ് ഇതിലൊക്കെ മാർക്കറ്റ് വാച്ചിൽ പങ്കെടുക്കുന്നത്. വിപണിയെ സംബന്ധിച്ചോളം വളരെ പ്രധാനപ്പെട്ട ഒരു വാരമാണ് കടന്നു പോകുന്നത്. നിരവധി റിസൾട്ടുകൾ വരുന്നു. സ്വാഭാവികമായിട്ടും അതിന്റെ പ്രതിഫലനം വിപണിയിൽ അനുഭവപ്പെടുന്നുണ്ട്. കഴിഞ്ഞ വാരം പ്രത്യേകിച്ചും ഗ്രീസ് പ്രതിസന്ധിക്ക് താൽക്കാലിക പരിഹാരമായതോടുകൂടി വിപണിയിൽ ഒരു തിരിച്ചുവരവുണ്ടായിരുന്നു. ചെറിയ തോതിൽ പ്രോഫിറ്റ് ബുക്കിംഗും വിപണിയിൽ ദൃശ്യമാണ്. ഏറ്റവും പ്രധാനപ്പെട്ടത് ഇനി വരാനിരിക്കുന്ന റിസൾട്ടുകൾ. സ്വാഭാവികമായിട്ടും വരും ദിവസങ്ങളിൽ വിപണിയെ നിയന്ത്രിക്കാൻ പോകുന്ന പ്രധാനപ്പെട്ട ഘടകം അതായിരിക്കും. ഒപ്പം തന്നെ പാർലമെന്റ് സമ്മേളനം പാർലമെന്റിൽ പാസാക്കുമെന്ന് വിപണി പ്രതീക്ഷിക്കുന്ന പ്രധാനപ്പെട്ട GST അടക്കമുള്ള ബില്ലുകൾ. ഇതിന് എന്ത് സംഭവിക്കും? ഇതെല്ലാം വളരെ ആകാംക്ഷയോടെയാണ് ഈ വാരം വിപണി കാണുന്നത്. അലക്സ്, ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മളിപ്പോൾ സംസാരിച്ച കാര്യം, ഈ വാരം എന്തൊക്കെയായിരിക്കും വിപണിയിൽ പ്രധാനമായും സംഭവിക്കാൻ സാധ്യത? ആ തരത്തിൽ ഏത് തരത്തിലൊരു കോഷ്യസ് അപ്രോച്ചാണ് നിക്ഷേപകർ എടുക്കേണ്ടത്? കഴിഞ്ഞ വാരം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഈ ആഗോള സാഹചര്യങ്ങളിലെ കുറേ ടെൻഷൻസും കാര്യങ്ങളൊക്കെ ഒന്ന് സബ്സൈഡ് ചെയ്ത ഒരു ആഴ്ചയാണ്. ഗ്രീസിൻ്റെ ഓൾറെഡി നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു സൊല്യൂഷൻ, താൽക്കാലികമായ സൊല്യൂഷനെങ്കിലും തൽക്കാലം കണ്ടിട്ടുണ്ട്. രണ്ടാമത്തേത് ചൈനീസ് സ്റ്റോക്ക് മാർക്കറ്റ് ഇഷ്യൂ. ഒരു പരിധിവരെ ഗവൺമെൻറ്റൽ ഇടപെടൽ കാരണം നിയർലി $430 ബില്യൺ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഫണ്ട് കരുതിയിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടും ഒരു ഗ്ലോബൽ മാർക്കറ്റിൻ്റെ ഒരു കാംനെസ് അവിടെ വന്നിട്ടുണ്ട്. പക്ഷേ നമ്മുടെ മാർക്കറ്റിലേക്ക് പരിശോധിക്കുകയാണെങ്കിൽ ഏറ്റവും ക്രൂഷ്യലായിട്ടുള്ള ഒരു പാർലമെൻറ്റ് സെഷനിലേക്കാണ് നമ്മൾ കിടക്കുന്നത്. മാക്രോ അടിസ്ഥാനത്തിൽ നോക്കുകയാണെങ്കിൽ GST, ലാൻഡ് അക്വിസിഷൻ ബിൽ എന്ന് പറയുന്ന രണ്ട് കീ ബിൽസാണ് മാർക്കറ്റിനെ സംബന്ധിച്ചോളം ഏറ്റവും ഇൻഫ്ലുവൻസ് ആയിട്ടുള്ള രണ്ട് ബിൽസ്. അതിൻ്റെ അകത്ത് മേ ബി GSTക്ക് ആയിരിക്കും കൂടുതൽ വെയിറ്റേജ്. കാരണം ലാൻഡ് അക്വിസിഷൻ ബിൽ ഓൾറെഡി മാർക്കറ്റിലൊരു ഫീഡറുണ്ട്, ഈ പ്രാവശ്യം നടക്കാൻ സാധ്യതയില്ല, അടുത്ത പ്രാവശ്യത്തേക്ക് പോകാൻ സാധ്യതയുണ്ടെന്നുള്ളത്. അപ്പം GST ബിൽ പാസ്സാക്കാൻ സാധിച്ചാൽ അത് മാർക്കറ്റിന് സപ്പോർട്ടീവായിട്ട് കാണാം. പക്ഷേ നമുക്ക് എല്ലാവർക്കും അറിയാം ഓൾറെഡി 3 ദിവസത്തെ സഭ നടക്കുമെന്നുള്ളതാണ് പ്രധാനമായിട്ടിരിക്കുന്നത്. അപ്പം ഈ ഒരു ബാക്ക്ഡ്രോപ്പിലാണ് നമ്മൾ അടുത്ത ആഴ്ചയും എൻ്റർ ചെയ്യാൻ പോകുന്നത്. പിന്നെയുള്ളത് റിസൾട്ട്സുകളായിരിക്കും. പക്ഷേ ഇനി വരും ദിവസങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു ഘടകവും അതായിരിക്കും. പൊതുവെ എങ്ങനെയാണ് വന്ന റിസൾട്ടുകൾ, ഇൻഫോസിസ് മുതൽ വിപ്രോ വരെയുള്ള IT സെക്ടറിൽ വന്നിരിക്കുന്ന റിസൾട്ടുകൾ എങ്ങനെയാണ് പൊതുവെ പ്രതീക്ഷയ്ക്കൊത്ത് ഉയരാൻ റിസൾട്ടുകൾക്ക് എത്രത്തോളം സാധിച്ചിട്ടുണ്ട്? ജനറലി നമ്മൾ റിസൾട്ട്സ് പരിശോധിക്കുകയാണെങ്കിൽ ചില കൺസ്യൂമർ സെഗ്മെൻറ്റിലെ റിസൾട്ട്സിൽ കുഴപ്പമില്ല. കാരണം എസ്പെഷ്യലി ഇപ്പോൾ ക്രൂഡ് ഓയിൽ പ്രൈസൊക്കെ താഴെ നിന്നതുകൊണ്ട് ഇപ്പോൾ ഏഷ്യൻ പെയിൻറ്റ്സ് പോലത്തെ ഉള്ള ബോട്ടം ലൈനിൽ പ്രോബ്ലം ഇല്ല, നന്നായിട്ടുണ്ട്. അതായത് പ്രോഫിറ്റ് മാർജിൻ്റെ അകത്ത് അതിൻ്റെ സപ്പോർട്ട് വന്നിട്ടുണ്ട്. പക്ഷേ അക്രോസ് ദ ബോർഡ് എല്ലാ റിസൾട്ട്സും പരിശോധിക്കുകയാണെങ്കിൽ ഇൻഫോസിസ് ആയിക്കോട്ടെ, വിപ്രോ ആയിക്കോട്ടെ, റിലയൻസ് ആയിക്കോട്ടെ ഉള്ള എല്ലാ സ്റ്റോക്സും എല്ലാ റിസൾട്ട്സും വന്നതിന് പരിശോധിക്കുകയാണെങ്കിൽ ടോപ്പ് ലൈൻ, അതായത് സെയിൽസ് ഗ്രോത്ത് എന്ന് പറയുന്ന സംഗതി വരുന്നില്ല. എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ ഒരു അസംഷൻ വെച്ച് പോയി കഴിഞ്ഞാൽ 1 to 2% സെയിൽസ് ഗ്രോത്ത് ആവറേജ് ഒരു സെൻസെക്സ് കമ്പനീസോ നിഫ്റ്റി കമ്പനീസോ നോക്കിയാൽ സാധിക്കാൻ ഒരു പ്രതീക്ഷ കാണുന്നുള്ളൂ. 1 to 2% എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഒരു മാർക്കറ്റിന് ഒരു റീറേറ്റിംഗ്, അടുത്ത ഒരു ഹയർ ഗ്രൗണ്ടിലേക്ക് പോകാനുള്ള സാധ്യത റിസൾട്ട്സ് കൊണ്ടുവരാൻ സാധിക്കില്ല. ബോട്ടം ലൈൻ ബെറ്ററാണ്, പ്രോഫിറ്റുകൾ വരുന്നുണ്ട്. കാരണം എല്ലാ കമ്പനികളും തന്നെ കോസ്റ്റ് റിഡക്ഷൻ കൊണ്ടുവരുന്നുണ്ട്. പിന്നെ സപ്പോർട്ടീവായിട്ട് കമ്മോഡിറ്റി പ്രൈസസ് കുറയുന്നത് കൊണ്ട് അവരുടെ കോസ്റ്റുകൾ കുറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ബോട്ടം ലൈൻ ബെനിഫിറ്റ് ഉണ്ട്. പക്ഷേ ടോപ്പ് ലൈനിൽ ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട്. സെയിൽസിൻ്റെ ഗ്രോത്തിൻ്റെ അകത്ത് ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട്. അപ്പം ആ ഒരു ബാക്ക്ഡ്രോപ്പ് എന്തായാലും മാർക്കറ്റിലുണ്ടാവും. പിന്നെ എന്തെങ്കിലും ഒരു പോസിറ്റീവായിട്ടുള്ള 1 or 2 ഒരു സെക്ടർ വൈസ് പോസിറ്റീവ് വരുന്നത് മേ ബി കമ്പനി വൈസ് പോകുന്നതായിരിക്കും. മേ ബി ഓട്ടോമൊബൈൽ സെക്ടർ നോക്കിക്കഴിഞ്ഞാൽ മാരുതിയുടെ റിസൾട്ട്സ് ആയിരിക്കും അടുത്ത ആഴ്ചത്തേക്ക് ഏറ്റവും കൂടുതൽ മോസ്റ്റ് അവൈറ്റഡ് ആയിട്ടുള്ള ഒരു പോസിറ്റീവ് റിസൾട്ട്. മാരുതി ആണെങ്കിൽ എല്ലാ ദിവസവും 52 വീക്ക് ഹൈ ഓർ ലൈഫ് ടൈം ഹൈ കടന്നുകൊണ്ടിരിക്കുകയാണ്. സോ മാരുതിയുടെ റിസൾട്ട്സ് ആണ് ഏറ്റവും കൂടുതൽ പ്രതീക്ഷ മാർക്കറ്റ് വെച്ചിരിക്കുന്ന ഒരു പ്രതീക്ഷ. അപ്പോൾ ഓട്ടോമൊബൈൽ സെക്ടർ ഓവറോൾ നോക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ ഇല്ല. അതേസമയം മാരുതിയുടെ സ്റ്റോക്കിനെ എല്ലാവരും വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നതായിരിക്കും. ദാറ്റ് വിൽ ബി എ കീ ട്രിഗർ ഫോർ നെക്സ്റ്റ് ഇയർ. ഈ ക്രൂഡ് പ്രൈസിൻ്റെ ഒരു ഫോള് എങ്ങനെയാണ് മാർക്കറ്റിൽ? പ്രത്യേകിച്ചും നേരത്തെ സൂചിപ്പിച്ച പോലെ ഏഷ്യൻ പെയിൻറ്റ്സ് അടക്കമുള്ള പെയിൻറ്റ് സെക്ടർ വൈസ് ഉണ്ട്. ടയർ ഇന്ന് ഒരു മാറ്റം ഉണ്ടാകുന്നത് കണ്ടു. എങ്ങനെയാണ് ആ ക്രൂഡ് ഫോളിനെ എങ്ങനെ മാർക്കറ്റ്? ക്രൂഡ് ഓയിലിൻ്റെ ഫോളിനെ ഡയറക്റ്റ്ലി റിഫ്ലക്ട് ചെയ്യുന്നതാണ് പെയിൻറ്റും. മേ ബി അവരുടെ 60 to 70% അവരുടെ റോ മെറ്റീരിയൽ ഡയറക്റ്റ്ലി ക്രൂഡ് ഓയിലായിട്ട് ബന്ധമുണ്ട്. പ്ലസ് ടയർ മാനുഫാക്ചറിങ്ങിൻ്റെ അകത്ത്, കാരണം റബ്ബർ പ്രൈസായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്നുണ്ട്. പ്ലസ് ഇൻഡയറക്ട്ലി ആണെങ്കിലും ഡയറക്റ്റ് തന്നെ വേണമെങ്കിൽ പറയാം FMCG കമ്പനീസ് എല്ലാവർക്കും തന്നെ, ഇപ്പോൾ HUL, ITC എന്ന് പറയുന്ന എല്ലാ കമ്പനികളിലും തന്നെ ക്രൂഡ് ഓയിലിൻ്റെ കുറവുകൾ അവരുടെ ഇൻപുട്ട് കോസ്റ്റ് വളരെയധികം കുറയും. ഇപ്പം ഡയറക്റ്റ്ലി കമ്മോഡിറ്റി പ്രൈസസ് കുറയുന്നുണ്ട്. ക്രൂഡ് ഓയിൽ മാത്രമല്ല,
ഇപ്പോൾ വീറ്റ് നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഇൻ്റർനാഷണൽ വീറ്റ് പ്രൈസസ് എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് ഏറ്റവും കൂടുതൽ കുറഞ്ഞിരിക്കുന്ന വീറ്റ് പ്രൈസസ്. അങ്ങനെ പല പല ഘടകങ്ങൾ. ഓവറോൾ കമ്മോഡിറ്റി ഇൻഡെക്സ് ഈ ആഴ്ച എനിക്ക് തോന്നുന്നു 15 വർഷത്തെ ഏറ്റവും ഗ്ലോബൽ കമ്മോഡിറ്റി ഇൻഡെക്സ്, ഇന്ത്യയിലല്ല വേൾഡ് കമ്മോഡിറ്റി ഇൻഡെക്സ് 15 വർഷത്തെ ഏറ്റവും താഴ്ന്ന നിലയിലാണ് നിൽക്കുന്നത്. വിച്ച് ഇസ് നമ്മൾ ഇമ്പോർട്ടിംഗ് കൺട്രി ആയിട്ടിരിക്കുമ്പോൾ നമുക്കത് സപ്പോർട്ടീവാണ്. അപ്പം ഇതാ ഞാൻ നേരത്തെ പറഞ്ഞത്, ഈ ഒരു ഫാക്ടർ നമുക്ക് വളരെ സപ്പോർട്ടീവാണ്. ഇൻഫ്ലേഷൻ എന്ന് പറയുന്ന പ്രോബ്ലം ഒരു പരിധി വരെ അറസ്റ്റ് ചെയ്യാൻ സാധിക്കും. നമുക്ക് മൺസൂൺ ആണ് പിന്നെ വേറൊരു പ്രോബ്ലം. മൺസൂൺ പക്ഷേ കഴിഞ്ഞ ആഴ്ച പിക്കപ്പ് ചെയ്തിട്ടുണ്ട്. എഗെയിൻ ഇത് എൽ നീനോ ഇമ്പാക്റ്റ് ഉള്ളത് കൊണ്ട് എപ്പോഴാണ് ഇതിൻ്റെ തരം തിരിയുക എന്നുള്ളത് പറയാൻ പറ്റില്ല. അതുകൊണ്ട് വളരെയധികം ഈവൻ ഒരു 1 month ഫോർകാസ്റ്റ് പോലും കൊടുക്കാൻ IMDക്കും സാധിക്കുന്നില്ല, പ്രൈവറ്റ് ഏജൻസികളായിട്ടുള്ള സ്കൈമെറ്റിനും സാധിക്കുന്നില്ല. അപ്പോൾ വീക്ക് വൈസ് ആണ് എല്ലാവരും പോകുന്നത്, കാരണം എൽ നീനോ ഇമ്പാക്റ്റ് അത്രയും സ്ട്രോങ് ആയതുകൊണ്ട്. അപ്പം മൺസൂൺ സപ്പോർട്ടിങ് കൂടെ ആണെങ്കിൽ, ഇൻഫ്ലേഷണറി കൺട്രോൾഡ് ആണെങ്കിൽ RBI കുറെ കൂടെ ഫ്രീ ആയിരിക്കും, റേറ്റ്സ് കുറയ്ക്കാൻ സാധിക്കും. അങ്ങനെ വന്നാൽ ഒരു പ്രോ ഗ്രോത്ത് സാധ്യത വരാം. ഈ ഓഗസ്റ്റ് ഫസ്റ്റ് വീക്കിലാണ് RBIയുടെ റിവ്യൂ വരുന്നത്. ഒരു റേറ്റ് കട്ടിന് വീണ്ടും വരാനുള്ള ഒരു സാധ്യതയെക്കുറിച്ച് എങ്ങനെയാണ്? ഓഗസ്റ്റ് റിവ്യൂവിൽ ഉണ്ടാവാനുള്ള സാധ്യത നമ്മൾ കണക്കൂട്ടാൻ പറ്റില്ല. ബട്ട് ഗോയിങ് ഫോർവേഡ് അവരുടെ ഡേറ്റ നോക്കാൻ പോകുന്നത് ഓഗസ്റ്റ് കഴിഞ്ഞിട്ടുള്ള, അതായത് മൺസൂണിൻ്റെ ഓൾമോസ്റ്റ് നിയറിംഗ് സ്റ്റേജ് ആകുമ്പോഴത്തേക്കായിരിക്കും, ഫിനിഷിംഗ് സ്റ്റേജ് ആകുമ്പോഴത്തേക്കായിരിക്കും ആ ഡേറ്റ കുറെ കൂടെ എവിഡൻ്റ് ആയിട്ട് വരും. ആ ഡേറ്റയ്ക്ക് അടിസ്ഥാനത്തിൽ മേ ബി അവർ ഒക്ടോബർ ഓർ നവംബറോടുകൂടി ചിലപ്പം ഒരു ചെയ്യാനുള്ള സാധ്യത നമുക്ക് കാണിക്കാം, പോസിറ്റീവ് ഡേറ്റ വരികയാണെങ്കിൽ. അതേസമയം നെഗറ്റീവ് ഡേറ്റ ആണെങ്കിൽ ഒബ്വിയസ്ലി വിൽ കുറെ കൂടെ വെയിറ്റ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ആയിരിക്കും വരുന്നത്. ഡേറ്റ എന്ന് പറഞ്ഞാൽ പ്രൈമറിലി നോക്കുന്ന ഇൻഫ്ലേഷനാണ്. ഇൻഫ്ലേഷൻ കൺട്രോൾ ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഓക്കെ. പുറമേയുള്ള സാഹചര്യങ്ങൾ ഇൻഫ്ലേഷന് സപ്പോർട്ടീവാണ്, കാരണം ഗ്ലോബൽ കമ്മോഡിറ്റി പ്രൈസസ് കുറഞ്ഞിരിക്കുകയാണ്. സോ അത് നമ്മുടേതായിട്ടുള്ള, സാധാരണ നമ്മളെപ്പോഴും മുൻ വർഷങ്ങളിൽ പറഞ്ഞുകൊണ്ടിരുന്നത് ഇത് നമ്മുടെ കയ്യിലുള്ള കാര്യമല്ല, ക്രൂഡ് ഓയിൽ വില കൂടുന്നത് നമ്മുടെ കയ്യിലുള്ള കാര്യമല്ല എന്ന് പറയുന്നത്. പക്ഷേ നമ്മുടെ കയ്യിലല്ലാത്ത കാര്യങ്ങളിനെ നമുക്ക് സപ്പോർട്ടീവാണ്. പക്ഷേ നമ്മുടെ കയ്യിലുള്ള കുറേ കാര്യങ്ങൾ സപ്പോർട്ടീവ് അല്ല, കാരണം ഇന്നും സപ്ലൈ സൈഡ് കൺസ്ട്രെയിൻസ് ഇന്നും മാറിയിട്ടില്ല, അങ്ങനെ പറയുന്ന കാര്യങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ മാറിയാൽ മാത്രമേ ഒരു ടോട്ടാലിറ്റിയിൽ RBIക്ക് മൂവ് ചെയ്യാനും എളുപ്പമുണ്ടാവുള്ളൂ. അപ്പോൾ അവർ ഡെഫിനറ്റ്ലി ഓരോ ഇവൻറ്റ് വൈസ്, ഇന്നിപ്പോൾ മൺസൂൺ ആണ് ഒരു ഇവൻ്റ് എങ്കിൽ ആ ഇവൻറ്റിനെ നോക്കിയിട്ടായിരിക്കും അവർ മുന്നോട്ടെടുക്കാൻ പോകുന്നത്. സോ ജനറലി വി ക്യാൻ എക്സ്പെക്ട്, നമുക്കൊരു പ്രതീക്ഷ വെക്കാമെന്നുള്ളതല്ലാണ്ട് ഒരു ഡേറ്റ ഡ്രിവൺ ആയിട്ട് അദ്ദേഹം മൂവ് ചെയ്യുള്ളൂ എന്നുള്ളതിൽ യാതൊരു സംശയവും ഉണ്ടാവില്ല. കമ്മ്യൂണിറ്റി രംഗത്ത് ഈ ആഴ്ച ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്ത സ്വർണത്തിന്റെ വിലയിടിവാണ്. നമുക്ക് അതിലേക്ക് വരാം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. മാർക്കറ്റ് വാച്ചിലേക്ക് വീണ്ടും സ്വാഗതം. സ്വർണത്തിന്റെ വിലയിടിവ് ആഗോളതലത്തിൽ തന്നെ ചർച്ചയായ വാരം കൂടിയാണ് കടന്നു പോകുന്നത്. ഇതിന് നിരവധി കാരണങ്ങളുണ്ട്, നമുക്ക് അതിലേക്ക് ഇനി വരാം. ഗോൾഡ് പ്രൈസ് പൊതുവെ കേരളത്തിൽ മലയാളികൾക്കൊക്കെ വലിയ താല്പര്യമാണ്. സ്വർണത്തിന്റെ വില ഇടിഞ്ഞു എന്നുള്ള റീറ്റെയിൽ നോക്കുമ്പോൾ എന്താണ് പ്രധാനമായിട്ടും കാരണം? ഫെഡറൽ റിസർവ് ഒരു ഹൈക്ക്, പലിശ വർദ്ധിപ്പിക്കാൻ പോകുന്നു എന്നൊരു വാർത്ത സ്വാഭാവികമായിട്ടും കമ്മോഡിറ്റി സ്വർണ്ണ വിപണിയെ ബാധിച്ചു എന്നെല്ലാവർക്കും അറിയാം. എന്തൊക്കെ ഘടകങ്ങളാണ് ഈ വില കുറവിലേക്ക് നയിച്ചത്? ഏറ്റവും പ്രധാനപ്പെട്ടത് 2015 ഇനിയും വില കുറഞ്ഞു പോകാനുള്ള സാധ്യത എത്രത്തോളമുണ്ട്? ഇത് എല്ലാവരും ചോദിക്കുന്ന ഒരു $1 million ക്വസ്റ്റ്യനാണ്. പക്ഷേ എൻ്റെ അകത്ത് ആദ്യം കാണേണ്ടത് ട്രിഗർ ചെയ്തത്, ഇപ്പോഴത്തെ ഈ കഴിഞ്ഞ ആഴ്ച കണ്ട ഒരു 3 to 4% ഡ്രോപ്പ് ട്രിഗർ ചെയ്തത് പ്രൈമർലി ജാനറ്റ് യെല്ലൻ്റെ വാക്കുകളാണ്. കാരണം എന്തായാലും ഈ വർഷം ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടുമെന്ന് വളരെ ക്ലിയർ ആയിട്ട് വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പം കൂട്ടുമെന്ന് പറഞ്ഞ അടിസ്ഥാനത്തിൽ ഡോളർ സ്ട്രെങ്തൻ ആവും. ഡോളർ സ്ട്രെങ്തൻ ആവുമ്പോൾ ഗോൾഡിൻ്റെ പ്രൈസ് കുറയും. നോർമലി ഗോൾഡും ഡോളറും തമ്മിലുള്ള ഡയറക്റ്റ് പ്രൊപ്പോർഷൻ എന്താണെന്ന് പറഞ്ഞാൽ ഡോളർ സ്ട്രെങ്തൻ ആകുമ്പോൾ ഗോൾഡിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യില്ല ആൾക്കാർ, ഈ ജനറൽ ഒരു ട്രെൻഡ്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഡോളർ സ്ട്രെങ്തൻ ആകുമ്പോൾ ഗോൾഡിന്, അതാണ് ഫസ്റ്റ് ട്രിഗർ. സെക്കൻഡ് ട്രിഗർ എന്ന് പറയുന്നതാണ് ഈ ചൈനീസ് സെൻട്രൽ ബാങ്കിൻ്റെ ഡേറ്റ വന്നു. കാരണം നോർമലി അവർ വളരെ ഫ്രീക്വൻസി വളരെ ഡിഫറെൻ്റ് ആണ്. ഇപ്പോൾ 6 കൊല്ലത്തിന് ശേഷമാണ് ഒരു ഡേറ്റ വന്നിരിക്കുന്നത് എത്രത്തോളം ഗോൾഡ് ഉണ്ടെന്നുള്ളത്. ആ ഗോൾഡ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ 1650 ടണ്ണാണ് ചൈനീസ് സെൻട്രൽ ബാങ്കിൻ്റെ ഹോൾഡിങ്സ് ആയിട്ട് കാണിച്ചിരിക്കുന്നത്. മാർക്കറ്റ് എക്സ്പെക്റ്റ് ചെയ്തിരുന്ന നിയർലി 2000 ടൺസ് ആണ്. അപ്പോൾ അതിൻ്റെ അകത്ത് നിന്ന് കിട്ടുന്ന ഒരു ഡേറ്റ അനാലിസിസ് എന്ന് പറയുന്നത് ഈ സപ്ലൈ ഡിമാൻഡും തമ്മിലുള്ള മിസ്മാച്ച് വീണ്ടും അകന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സപ്ലൈ ഡിമാൻഡ് ആണല്ലോ ഏത് പ്രൈസിനെയും ഫാക്ടർ ചെയ്യുന്നത്. പ്രൈസ് ഉണ്ടാവുന്നത് സപ്ലൈ ഡിമാൻഡ്. ഇപ്പോൾ സപ്ലൈ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഒരു വർഷം ഗോൾഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഏകദേശം 3200 ടണ്ണാണ്. 3200 ടണ്ണിൻ്റെ അകത്ത് 3 സെഗ്മെൻ്റായിട്ട് നമുക്ക് തിരിക്കാം. ഒന്ന് കൺസംഷൻ, നമ്മുടെ ഇന്ത്യ ചൈന ആണ് 85% ഓഫ് കൺസംഷൻ. വേൾഡ് ഗോൾഡിൻ്റെ കൺസംഷൻ 85% ഇന്ത്യ ചൈനയാണ്. 2 ഈ സെൻട്രൽ ബാങ്കേഴ്സ് വാങ്ങിക്കുന്നത് അക്രോസ് ദ വേൾഡ്.
ഇപ്പോൾ ഇന്ത്യ പോലും വാങ്ങിച്ചിരുന്നു, ചൈന വാങ്ങിക്കുന്നു, US വാങ്ങിക്കുന്നു, യൂറോപ്യൻ നേഷൻസ് വാങ്ങിക്കുന്നു, അങ്ങനെ പറയുന്ന സെൻട്രൽ ബാങ്കിൻ്റെ ഇടപെടൽ. മൂന്നാമത് ഈ അതർ മാർക്കറ്റ് പാർട്ടിസിപ്പൻസ്, അതായത് ഹെഡ്ജ് ഫണ്ട്സ് ഉണ്ട്, പല ഹെഡ്ജ് ഫണ്ട്സും പല ഈ കമോഡിറ്റി ഡ്രിവൻ ഫണ്ട്സ് ഒക്കെ ഉണ്ട്, ETFs അങ്ങനെ പറയുന്നത് വാങ്ങിക്കുന്നതാണ് മൂന്നാമത്തെ സെഗ്മെൻറ്റ്. ഈ സെക്കൻഡ് ആൻഡ് തേർഡ് സെഗ്മെൻറ്റ്, അത് സെൻട്രൽ ബാങ്ക്സും ഈ ഹെഡ്ജ് ഫണ്ട്സ് എന്ന് പറയുന്നത് ഒരു ഇൻഫ്ലേഷണറി ഹെഡ്ജ് പോലെയും ഒരു ഇൻഷുറൻസ് പോലെയാണ് ഇവർ വാങ്ങിക്കാറ്. അപ്പം ഡോളർ വീക്കൻ ആവുകയാണെങ്കിൽ ഗോൾഡ് വാങ്ങിക്കും, അല്ലെങ്കിൽ ഗ്ലോബൽ സാഹചര്യങ്ങളിൽ കുറേ കലാമിറ്റീസോ കുറേ പ്രശ്നങ്ങളോ ഉണ്ടെങ്കിൽ ഗോൾഡ് വാങ്ങിക്കും, സേഫ് ഹേവൻ എന്ന് പറഞ്ഞ രീതിയിൽ വാങ്ങിക്കും. അപ്പോൾ കഴിഞ്ഞ 2-3 കൊല്ലങ്ങളായിട്ട് അത് സംഭവിക്കുന്നില്ല. അപ്പോൾ ആക്ച്വൽ ഡിമാൻഡ് എന്ന് പറയുന്നത് ഇന്ത്യയും ചൈനയും ഓൾമോസ്റ്റ് ഒരു വർഷം കൺസ്യൂം ചെയ്യുന്നത് ക്ലോസ് ടു 900 ടൺസ് ഈച്ച് ആണ്. നമ്മൾ തമ്മിൽ മത്സരമാണ്, 1, 2, 1000, പക്ഷേ മാർജിനൽ ഡിഫറൻസിലാണ്. ഇന്ത്യയും 900 ടൺസ് കൺസ്യൂം ചെയ്യും, ചൈനയും 900 ടൺസ്. അപ്പോൾ അത് രണ്ടും കൂടെ കണക്ക് കൂട്ടി 1800 ടണ്ണാണ്. അപ്പോൾ ദർ ഇസ് എ ബിഗ് ഗ്യാപ്പ് ഓഫ് 3200 to 1800 സ്റ്റേബിൾ. ബാക്കിയുള്ളവരെല്ലാം വന്ന് കൂട്ടിയാലും അപ്പോൾ ദർ ഇസ് ഓവർ സപ്ലൈ എന്ന് പറയുന്ന സാധനമുണ്ട്. അപ്പോൾ ഈ ഓവർ സപ്ലൈ മാറണമെങ്കിൽ എന്ത് തീരുമാനം? പ്രൊഡ്യൂസർ ഇത് കുറയ്ക്കണം, ഈ പ്രൊഡക്ഷൻ ഹൗസ് ആയിട്ടുള്ള ആൾക്കാർ കുറയ്ക്കണം. അപ്പോൾ ബാരിക് ഗോൾഡ് കോർപ്പ് എന്ന് പറയുന്ന മേജർ പ്രൊഡ്യൂസേഴ്സ് തന്നെ ഇത് കുറയ്ക്കണം. പക്ഷേ പ്രൊഡ്യൂസേഴ്സിന് ഇന്നത്തെ സാഹചര്യത്തിൽ കുറയ്ക്കാൻ സാധിക്കില്ല, ഈവൻ ദോ അവരുടെ പ്രൊഡക്ഷൻ കോസ്റ്റ് ഏകദേശം $1100 തൊട്ട് $1200 പെർ ഔൺസ് ആണെങ്കിലും അവർക്ക് കുറയ്ക്കാൻ സാധിക്കുന്നില്ല. ശരി, കുറയ്ക്കാൻ സാധിക്കുന്നില്ല. കാരണം അവരുടെ ഡെറ്റ് $35 ബില്യൺ ഡെറ്റാണ് അവരുടെ. അപ്പം ഇത് ഒരു ഗെയിം തിയറിയാണ്. ഇപ്പോൾ അവർ കുറയ്ക്കാൻ തീരുമാനിച്ചാൽ, ഇത് 2500 ടണ്ണിലേക്കാണ് കുറയ്ക്കാൻ തീരുമാനിച്ചാൽ ഡെഫിനറ്റ്ലി പ്രൈസിന് സപ്പോർട്ടീവ് ആയിരിക്കും. ഇന്നത്തെ സാഹചര്യത്തിൽ ഇതൊരു പ്രൈസ് പ്രഷർ എന്തായാലും ഉണ്ടാവും, ഡെഫിനറ്റ്ലി പ്രൈസ് പ്രഷർ ഉണ്ടാവും. ഡിമാൻഡ് സപ്ലൈ എന്ന് പറഞ്ഞാൽ പ്യുവർ രീതിയിൽ പ്രൈസ് പ്രഷർ ഉണ്ടാവും. ഇതിന് റിവേഴ്സൽ വരണമെങ്കിൽ ഇപ്പോൾ ഇന്നത്തെ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞതുകൊണ്ട് നാളെ മാറണമെന്നില്ല. അതനുസരിച്ച് നാളെ ഇത് വളരെ ക്ലോസ് ആയിട്ട് ഫോളോ ചെയ്താൽ യു വിൽ ബി ഏബിൾ ടു ഗെറ്റ് എ ട്രെൻഡ്. ബട്ട് ഹാവിങ് സെഡ് ദാറ്റ്, ഇപ്പം നമ്മൾ എങ്ങനെ ഇതിനെ മുന്നോട്ട് കാണണം എന്ന് പറഞ്ഞാൽ, നേരത്തെ എല്ലാവരും ചോദിക്കും ഇത് വാങ്ങണോ വേണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ട്രഡീഷണലി എപ്പോഴും ഇന്നിപ്പം കർക്കിടക മാസം ആണെങ്കിലും നമ്മൾ അടുത്ത മാസങ്ങളിലേക്ക് നമുക്ക് മാരേജ് സീസൺ വരുന്നുള്ള അടിസ്ഥാനത്തിൽ ബുക്കിങ്ങിന് പോകുന്നത് അഡ്വൈസറാണ്. കാരണം വില കുറയുമ്പോഴാണല്ലോ പോകേണ്ടത്. നമ്മളെപ്പോഴും ആലോചിക്കും എന്തുകൊണ്ട് ഇന്ന് ജ്വല്ലറികൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ എല്ലാവരും തന്നെ ബുക്ക് ചെയ്യുന്നുണ്ട്, മിക്ക ആൾക്കാരും ബുക്ക് ചെയ്യുന്നുണ്ട്. നമ്മളെപ്പോഴും ഞങ്ങളുടെ രീതിയിൽ ചോദിക്കും, ഈ സ്റ്റോക്ക് മാർക്കറ്റിൽ വില കുറയുമ്പോൾ മാത്രം ആരും വരാറില്ല, എല്ലാവരും പേടിച്ചു പോകും. വില കൂടുമ്പോൾ മാത്രമേ ആൾക്കാർ ചോദിക്കാറുള്ളൂ, ആ ഒരു ഫ്രൻസി. അപ്പോൾ ഇവിടെ അറ്റ്ലീസ്റ്റ് ആ ഒരു പോസിറ്റീവ്നെസ് ഉണ്ട്. നമ്മൾ ഒരിക്കലും വില കൂടുമ്പോഴല്ലല്ലോ വാങ്ങാൻ പോകുന്നത്, വിച്ച് ഇസ് ഓൾവേസ് ബെറ്റർ. അതുകൊണ്ട് കുഴപ്പമില്ല, അത് വാങ്ങിക്കാം. പക്ഷേ ഒരു പോർട്ട്ഫോളിയോ, ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പോലെ ഗോൾഡിനെ കണക്കാക്കുന്നതിനോട് എനിക്ക് 2015 ഫോർകാസ്റ്റ് എനിക്ക് തോന്നുന്നു അഭിലാഷ്, നമ്മൾ കഴിഞ്ഞ വർഷം ഇത് ഡിസ്കസ് ചെയ്തായിരുന്നു. കഴിഞ്ഞ വർഷം ആദ്യത്തെ ഡ്രോപ്പിൽ $1200 വന്നപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തപ്പോൾ അന്ന് ഞാൻ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ പറഞ്ഞിരുന്ന ഒരു സ്റ്റാൻഡേർഡ്, ഗോൾഡ് അതിൻ്റെ തനതായ ശൈലിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു 5%-ന്റെ 10%-ന്റെ മൂവ്മെൻറ്റേ വരാൻ പാടുള്ളൂ, വോളറ്റിലിറ്റി കുറയണം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, അന്ന് ഞാൻ പറഞ്ഞ ഒരു നമ്പർ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ $1000 തൊട്ട് $1400 ആണ് ആ റേഞ്ച് പറഞ്ഞിരുന്നത്. ഇന്നും ആ റേഞ്ച് തന്നെയാണ്. ആ റേഞ്ചിൻ്റെ വിട്ടു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല. ഇപ്പോൾ സഡൻലി $1250 $1100 പെട്ടെന്ന് ഒരു $150 കുറവ് വന്നപ്പോഴാണ് നമ്മളെല്ലാം ഡിസ്കസ് ചെയ്യുന്നത്. പക്ഷേ എൻഡ് ഓഫ് ദി ഡേ ഒരു കൊല്ലമായിട്ട് വലിയ വ്യത്യാസങ്ങളൊന്നും ആ ഒരു റേഞ്ച് വിട്ട് പോയിട്ടില്ല. സോ ഐ ഫീൽ ദാറ്റ് $1000 താഴെ പോവില്ല. അതേസമയം ഒരു കൺസിഡറബിൾ ഇൻക്രീസും നമുക്ക് പ്രതീക്ഷിക്കരുത്. ഒരു 5 to 10%-ന്റെ വോളറ്റൈൽ റേഞ്ചിൽ നടക്കും. ഗുഡ് ഫോർ ഈ കൺസ്യൂമേഴ്സ്, ലൈക്ക് ഈ നമ്മൾ ഒക്കേഷണൽ കൺസ്യൂമേഴ്സ്, അത് വെഡ്ഡിങ്ങും അങ്ങനെയുള്ള ആൾക്കാർക്ക് ഡെഫിനറ്റ്ലി ഒരു ലെസ് വോളറ്റൈൽ പീരീഡിലേക്ക് കടക്കുകയാണെന്നുള്ളതാണ്. ഈ ഗോൾഡിൻ്റെ ഈ ഡ്രോപ്പ് മാർക്കറ്റിൽ എന്താ സംഭവിക്കുന്നത്? ഇപ്പോൾ തനിഷ്ക് അടക്കമുള്ള കമ്പനികളുണ്ട്, അല്ലെങ്കിൽ ഗോൾഡ് ലോൺ പ്രധാനപ്പെട്ട ബിസിനസ് ആയിട്ടുള്ള നിരവധി, കേരളത്തിലെ അടക്കമുള്ള നിരവധി കമ്പനികളുണ്ട്. എങ്ങനെയാണ് ഇവരുടെ സ്റ്റോക്കിനെ ഏത് തരത്തിലായിരിക്കും ബാധിക്കുന്നത്? നമുക്ക് ഗോൾഡിൻ്റെ ബിസിനസ് ഡയറക്റ്റ്ലി റിഫ്ലക്ട് ചെയ്യുന്നത് നമുക്ക് രണ്ട് രീതിയിൽ പറയാം. ഒന്ന് ജുവലേഴ്സും ഉണ്ട്, ഒന്ന് ഗോൾഡ് ലോൺ കമ്പനീസും ഉണ്ട്. ഇപ്പോൾ ജുവലേഴ്സ് അധികം ആൾക്കാർ ആദ്യം ലിസ്റ്റഡ് അല്ല, ആകെ ടൈറ്റൻ മാത്രമേ നമുക്കൊരു കമ്പാരബിൾ ആയിട്ട് പറയാൻ പറ്റുന്ന ടൈറ്റൻ മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ടൈറ്റൻ്റെ നമ്മൾ നോക്കിയാൽ ഡെഫിനറ്റ്ലി അവർക്ക് അതിന് രണ്ട് രീതിയിൽ കാണാം. ടൈറ്റൻ ഓൾറെഡി ഈ സ്റ്റോക്ക് ഹോൾഡിങ്ങിൻ്റെ അകത്ത് ഡെഫിനറ്റ്ലി അവർക്കൊരു നെഗറ്റീവ് വരും. എല്ലാവർക്കും സ്റ്റോക്ക് ഹോൾഡിംഗ് ഉണ്ടാകും, എല്ലാ ജുവലേഴ്സിനും സ്റ്റോക്ക് ഹോൾഡിംഗ് ഉണ്ടാകും. പക്ഷേ അവരുടെ സെയിൽസ് ഇമ്പ്രൂവ് ചെയ്യും. അപ്പം ടു എ സർട്ടൻ എക്സ്റ്റെന്റ് ജുവലേഴ്സ് ഒരു പരിധി വരെ
അത് പരിധിവരെ അത് അവർക്ക് വലിയ പ്രോബ്ലം ഇല്ലാണ്ട് പോകാൻ സാധിക്കും. അതേസമയം നമ്മൾ ഗോൾഡ് ലോൺ കമ്പനീസിലേക്ക് എത്തിക്കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി അതിൻ്റെ അകത്ത് വരുന്ന NPS അതായത് ലോൺ ടു വാല്യൂ റേഷ്യോസിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. ഓൾറെഡി ഇപ്പോൾ റിപ്പോർട്ട്സ് കിട്ടുന്നത് 2 വർഷം മുമ്പെയാണ് RBI തന്നെ ഇടപെട്ട് ലോൺ ടു വാല്യൂ റേഷ്യോ എന്ന് പറയുന്നത് 75% കൊണ്ടുവന്നത്. 60% വന്നിട്ട് അത് കഴിഞ്ഞ വർഷം 75%. അപ്പോൾ ഓൾറെഡി ഈ ഗോൾഡ് ലോൺ കമ്പനീസിന് ഒരു ചെക്ക് ബാലൻസ് ഉണ്ടെന്നുള്ളതാണ് ഇപ്പം മനസ്സിലാക്കുന്നത്. അപ്പോൾ ഒരു പ്രോബ്ലമാറ്റിക് സിറ്റുവേഷനിലേക്ക് പോകാനുള്ള സാധ്യതയല്ല. അവർക്ക് അതിൻ്റെതായ റിസ്ക് മാനേജ്മെൻറ്റ് കറക്റ്റായിട്ട് നടത്തിയിട്ടുണ്ടെന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ മുത്തൂറ്റ് ഫിനാൻസിൻ്റെ റിസൾട്ട് തന്നെ നോക്കിയാൽ തന്നെ വളരെ സ്ലഗിഷ് ഗ്രോത്ത് ആണെങ്കിൽ അവരുടെ പ്രോഫിറ്റബിലിറ്റി നന്നായിട്ടുണ്ട്. നിയർലി 180 crore മുകളിൽ പ്രോഫിറ്റ് കഴിഞ്ഞ ക്വാർട്ടറിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. സോ ഒരു പ്രോബ്ലമാറ്റിക് സിറ്റുവേഷൻ ഉണ്ടാവില്ല. ബട്ട് ഇവിടുന്ന് ഇനി ഷാർപ്പായിട്ട് എവിടെയെങ്കിലും ഒരു ഫോളോ വന്നാൽ അതിനനുസരിച്ചുള്ള മൂവ്മെൻറ്റ്സ് അവർ ശ്രദ്ധിക്കണം, വിച്ച് ഐ ഡോണ്ട് ഫോർസി. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോയിന്റിൽ തന്നെ നിൽക്കണം. $1000 താഴെ പോകാനുള്ളൊരു സാഹചര്യവും ഞാൻ കാണുന്നില്ല. $1200, $1350, $1300 മുകളിലൊരു അപ്പം ലെസ് വോളറ്റിലിറ്റി വിൽ ബി ഓൾവേസ് ഗുഡ് ഫോർ ബോത്ത് ഗോൾഡ് ലോൺ കമ്പനീസ് ആൻഡ് ജുവലേഴ്സ് എന്നുള്ളതാണ്. ബാങ്കുകൾ അവർ കുറച്ചുകൂടെ കെയർഫുൾ ആയതുകൊണ്ട് നമ്മുടെ ബാങ്കിൽ ഒരു തരത്തിൽ ബാധിക്കാൻ പോകുന്നതുമില്ല. പക്ഷേ ബാങ്കിൻ്റെ 75% LTV എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്തിരുന്നത്. പക്ഷേ ബാങ്കിൻ്റെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ബാങ്കിന് ഹൗ ഫാസ്റ്റ് ദേ മൂവ്, എത്ര പെട്ടെന്ന് അവർക്ക് ഈ പറയുന്ന റിസ്ക് മാനേജ്മെന്റിലേക്ക് പോകാൻ സാധിക്കും. കാരണം ഞാൻ ഓൾറെഡി റിപ്പോർട്ട്സ് വായിക്കുന്നുണ്ട്, ചില ക്ലാസിഫിക്കേഷൻ ഓഫ് ഗോൾഡ് ലോൺസിൻ്റെ അകത്ത് NBFCs ചെയ്യുന്ന ക്ലാസിഫിക്കേഷൻ്റെ അകത്ത് ഓൾറെഡി അവർ 75-നെക്കാട്ടി കുറച്ചും കൂടി കൂട്ടുന്നതായിട്ട് കാണുന്നുണ്ട്. അത് നിയർലി ലൈക്ക് 65, 60 ഒക്കെ പറയുന്നുണ്ട്. ഈ ലോങ്ങർ ടെന്നറിനോ അല്ലെങ്കിൽ ആ രീതിയിലുള്ളത് പറയുന്നുണ്ട്. ഷോർട്ടർ ടെന്നറിലാണ് 75% മെയിൻറ്റെയിൻ. അത് അവർ തന്നെ ഒരു റിസ്ക് മാനേജ്മെന്റ് കൊണ്ടുവരുന്നുണ്ട്. ബാങ്ക് അതുകൊണ്ട് പക്ഷേ മേ ബി അവരുടെ റിസ്ക് മാനേജ്മെന്റ് കുറെ കൂടെ സ്ട്രോങ്ങർ ആക്കുന്നതാണ്. പക്ഷേ അതേസമയം ബാങ്ക്സ് അത്രയും ഫാസ്റ്റ് ആയിട്ട് മൂവ് ചെയ്യാൻ ചോദിച്ചാൽ അറിയില്ല. ബട്ട് ഒബ്വിയസ്ലി ബാങ്ക്സിന്റെ പോർട്ട്ഫോളിയോ സൈസ് വളരെ ചെറുതാണ്. ഇതിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ വളരെ ചെറുതാണ്. അതൊരു വലിയൊരു ഇമ്പാക്റ്റ് ഒന്നും വരുത്താനുള്ള സാധ്യതയൊന്നും കാണുന്നില്ല. മാർക്കറ്റ് വാച്ചിൽ ഒരു ഇടവേള കൂടി. മാർക്കറ്റ് വാച്ചിലേക്ക് വീണ്ടും സ്വാഗതം. വരാനിരിക്കുന്ന റിസൾട്ടുകൾ, പ്രത്യേകിച്ചും ഈ വാരം വരാനിരിക്കുന്ന റിസൾട്ടുകൾ വളരെ പ്രധാനപ്പെട്ടതാണ്. അതായിരിക്കും അടുത്ത ദിവസങ്ങളിൽ വിപണിയെ മുന്നോട്ട് നയിക്കുക എന്ന് നമ്മൾ നേരത്തെ ചർച്ച ചെയ്തതാണ്. ഈ വരുന്ന വീക്കിന് എത്രത്തോളം പ്രതീക്ഷയോടുകൂടി കാണാം നിക്ഷേപകർക്ക്? വരുന്ന വീക്കിൽ എന്തായാലും നോക്കാൻ പോകുന്ന 2 ഘടകങ്ങളാണ്. ഒന്ന്, പാർലമെൻറ്റിൻ്റെ സെഷൻ എങ്ങനെ പോകുന്നു, അത് സംഭവിക്കുമോ, അതിൻ്റെ അകത്ത് GSTയുടെ പാസേജ് ആയിരിക്കും ഏറ്റവും കൂടുതൽ നോക്കുക. ഈ പാർലമെൻറ്റ് ആകെ 3 വീക്സേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ അകത്ത് ഓരോ ദിവസവും വളരെ ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. അപ്പം ഡെഫിനറ്റ്ലി പാർലമെൻ്റ് ആയിരിക്കും ഫസ്റ്റ് ഫോക്കസ് ഉണ്ടാവുക. സെക്കൻഡ് ഫോക്കസ് വിൽ ബി ഇൻഡിവിജ്വൽ സ്റ്റോക്സ് ആയിരിക്കും, സെക്ടർ ബേസ്ഡ്. ഇപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ മാരുതി വിൽ ബി വൺ ഓഫ് ദ ടോപ്പ് സ്റ്റോക്ക് ടു ബി. നമ്മൾ നോക്കേണ്ട ഒരു സ്റ്റോക്ക് മാരുതി ആയിരിക്കും. മേജർ റിസൾട്ട്സ് വരുന്ന ITC ഉണ്ട്, മാരുതി ഉണ്ട്, LNT ഉണ്ട്. ഇങ്ങനെ പറയുന്ന സ്റ്റോക്സിൻ്റെ ആയിരിക്കും ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം. നോക്കാൻ പോകുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് കൂടുതൽ പ്രോഫിറ്റിനെക്കാട്ടി കൂടുതൽ സെയിൽസ് ഗ്രോത്ത് എത്രത്തോളം സംഭവിച്ചു എന്നുള്ളതാണ് കാണേണ്ടത്. ഇപ്പോൾ LNTനെ സംബന്ധിച്ചുള്ള നോക്കുകയാണെങ്കിൽ ഓർഡർ ബുക്ക് ആയിരിക്കും ആൾക്കാർ കൂടുതൽ നോക്കുന്നത്. പ്രോഫിറ്റബിലിറ്റിയോ ഇതിനെക്കാട്ടി കൂടുതൽ നോക്കാൻ പോകുന്നത് ഓർഡർ ബുക്ക് എത്ര ക്രിയേറ്റ് ചെയ്തു. അത് ഇപ്പം ഞങ്ങളുടെ റിസർച്ചിൻ്റെ അകത്ത് അത് കൂടി വരാനുള്ള സാധ്യതയാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. അതുകൊണ്ടാണ് മാർക്കറ്റിൽ തന്നെ LNT കുറച്ചൊരു പോസിറ്റീവായിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. അപ്പോൾ LNT വിൽ ബി വൺ ഫോക്കസ്. പിന്നെ മാരുതി ഒബ്വിയസ്ലി അവരുടെ ഗ്രോത്ത് ടാർഗറ്റ്സും അവരുടെ മോഡൽസ്, അവരുടെ പുതിയ മോഡൽസിൽ വരുന്നിരിക്കുന്ന ആക്സെപ്റ്റൻസും എല്ലാം കൂടെ അവരുടെ ഒരു ടോട്ടലി നോച്ച് എബവ് ആയിട്ടിരിക്കുന്നു. അപ്പോൾ അതിൻ്റെ അകത്ത് എന്തെങ്കിലും ഒരു സർപ്രൈസ് എലിമെൻറ്റ് മാർജിൻ എക്സ്പാൻഷൻ്റെ അകത്തൊക്കെ ഉണ്ടോ എന്നുള്ളതൊക്കെയാണ് നോക്കാൻ പോകുന്നത്. ITC വിൽ ബി അനദർ കീ സ്റ്റോക്ക് ടു വാച്ച്. കാരണം അവരെ സംബന്ധിച്ചോളം ഒരു ടോട്ടൽ ഒരു മിക്സിലാണ് നിൽക്കുന്നത്. കാരണം ചില സെഗ്മെൻറ്റ്സ് പോസിറ്റീവായിട്ട് ചെയ്യുന്നു, ചില സെഗ്മെൻറ്റ്സിൽ വളരെയധികം ഡീപ്പ് പെർഫോമൻസ് ഉണ്ട്, അണ്ടർ പെർഫോമൻസ് ഉണ്ട്. അപ്പം സ്റ്റോക്ക് പ്രൈസും തന്നെ സബ്ഡ്യൂഡ് ആയിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ 3 സ്റ്റോക്കായിരിക്കും ഏറ്റവും കൂടുതൽ മാർക്കറ്റിനെ ഡ്രൈവ് ചെയ്യാൻ സാധ്യതയുള്ളതെന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. വിപണിയെ സ്വാധീനിക്കുന്ന പ്രധാനപ്പെട്ട ഘടകങ്ങൾ വരും ദിവസങ്ങളിൽ ഏതൊക്കെ കാര്യങ്ങളായിരിക്കും വിപണി പ്രധാനമായി ഉറ്റുനോക്കുക എന്ന കാര്യങ്ങളാണ് മാർക്കറ്റ് വാച്ചിൻ്റെ ഈ ലക്കത്തിൽ നമ്മൾ ചർച്ച ചെയ്തത്. മാർക്കറ്റ് വാച്ചിലേക്ക് അവസാനിക്കുന്നു. വിപണി സംബന്ധിച്ച നിങ്ങളുടെ സംശയങ്ങൾ തുടർന്നും എഴുതി അറിയിക്കുക. investment@asiannews.in എന്ന ഇമെയിൽ വിലാസത്തിലാണ് അയക്കേണ്ടത്. ഹെഡ്ജ് ഇക്വിറ്റീസിൻ്റെ മാനേജിംഗ് ഡയറക്ടർ അലക്സ് കെ ബാബു ആണ് മാർക്കറ്റ് വാച്ചിൽ പങ്കെടുത്തത്. മാർക്കറ്റ് വാച്ചിനി അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം. നമസ്കാരം.